Jesus, where is Elijah and Moses? Just now we saw them. At the time, Jesus said one word: Elijah and Moses will not be with you forever, but I will be with you forever. I tell you, all to the family members and to my beloved director, sir, and all, our father and our mother will not be with us forever. Our teachers will not be with us forever. Our pastors will not be with us forever. But our Lord Jesus Christ will be with us forever and ever, ever. I know one thing. One day, we all will see our Appachan and Ammachi in the heaven. For that, really, I'd like to give thanks to all the one. Okay, thank you, brother. Pastor K.G. Matthew. വാത്സല്യ പിതാവിൻ്റെ വിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന നമ്മെ എല്ലാവരെയും ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവ് കഴിഞ്ഞ 87 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് ഇവിടുത്തെ സുഖവും ദുഃഖവും എല്ലാം അനുഭവിച്ച് താൻ പ്രിയം വെച്ച കർത്താവിനുസനിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാവിധമായ ദുഃഖവും അതോടൊപ്പമുള്ള പ്രത്യാശയും ഇവിടെ അറിയിക്കുകയാണ്. കാകളും ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉറക്കും, ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ആ പ്രത്യാശയിൽ നമുക്ക് തുടർന്നുമായിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കട്ടെ. അവൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവതിരുനാമം മഹിമപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട പിതാവ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. വളരെ നല്ല ഒരു അന്ത്യം ദൈവം നൽകിയിരിക്കുന്നു. ഈ പ്രിയപ്പെട്ട കുടുംബം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിനെ സംബന്ധിക്കുന്നിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഫാമിലിയാണ്. അവർ ഞങ്ങളുടെ ഒരു അടുത്ത പാർട്ടായിട്ട് നിലകൊള്ളുന്ന ഒരു മാന്യഭവനമെന്ന് ഈ സമയത്ത് ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ഈ പ്രിയപിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബത്തോട് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ കൗൺസിൽ അതുപോലെ എല്ലാ സഭകളും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയും ദൈവസന്നിധിയിൽ അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണെന്ന് ഈ സമയം അറിയിക്കുന്നു. ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഈ പ്രിയപ്പെട്ട കുടുംബവുമായുള്ള ബന്ധം നിലനിർത്തുവാൻ കർത്താവ് അവസരം തന്നു. ഈ പിതാവും മാതാവും അവരുടെ എല്ലാ ഓർമ്മകൾ ഈ സമയത്ത് മനസ്സിൽ കൂടെ കടന്നു പോകുന്നു. ആ മാതാവ് കർത്താവിനെ വളരെ സ്നേഹിക്കുകയും കർത്താവിൽ വിശ്വാസത്തോടുകൂടെ ജീവിക്കുകയും ചെയ്ത് കഴിഞ്ഞ വർഷം ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടല്ലോ. ആ മാതാവിന് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലുള്ള അനേക ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതാണ് ഈ കുഞ്ഞുങ്ങളിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടത്. ഈ പിതാവും ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം പിന്നിൽ വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത ഒരു പിതാവാണ്. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ദാസൻ ദൈവം അനുഗ്രഹിക്കട്ടെ. റവറൻ ജെയിംസ് ജേക്കബ്. കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഈ സ്ഥാപനത്തിൽ സേവനമനുഷ്ഠിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഇപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെയും അപ്പച്ചനെ കാണുകയും പലപ്പോഴും അപ്പച്ചനോട് സംസാരിക്കുകയൊക്കെയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പച്ചൻ നല്ലൊരു ചിട്ടയോടുകൂടി ജീവിതം നയിച്ചു. അതുകൊണ്ട് ദൈവം അദ്ദേഹത്തെ ഇത്രയും ആയുസ്സുമൊക്കെ കൊടുത്ത് മക്കളെയും മക്കളുടെ മക്കളെയും കാണുവാനും അവരോടുകൂടി ദൈവത്തിൻ്റെ വേല ചെയ്യുവാനൊക്കെയും ദൈവം അദ്ദേഹത്തെ സഹായിച്ചു. ക്രിസ്തുവിൽ മരിച്ച നമ്മളും കർത്താവിനോടുകൂടെ ഉയർക്കും എന്നുള്ള പ്രത്യാശയോടുകൂടി അവരോട് നമ്മളും സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ അപ്പച്ചനെ വീണ്ടും കാണുവാൻ നമുക്ക് ഇടവരും എന്നുള്ള പ്രത്യാശയോടുകൂടി നമുക്കായിരിക്കുക. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇന്ത്യ ക്രിസ്ത്യൻ ബൈബിൾ കോളേജിൻ്റെ സ്ഥാപകനും ഇപ്പോൾ പ്രസിഡൻറ്റുമായിരിക്കുന്ന ഡോക്ടർ ജോൺ ഫിലിപ്പോസിൻ്റെയും ആ സ്ഥാപനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അനുശോചനവും ആദരാഞ്ജലികളും ഞാനിപ്പോൾ അപ്പച്ചനെ അറിയിക്കുന്നു. അപ്രകാരം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അനുശോചനം അറിയിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ സംഹരിക്കുന്നു. താങ്ക് യു സാർ. കർത്താവിൻ്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വേർപാടിൻ്റെ ദുഃഖമനുഭവിക്കുന്ന കുടുംബാംഗങ്ങളോട് അവിടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. വാത്സല്യ പിതാവിനെ ഈ കോളേജിനുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് ഇതിൻ്റെ സ്ഥാപകനും പ്രസിഡന്റുമായിരിക്കുന്ന എബ്രഹാം വർഗീസ് സഭയോടുള്ള ബന്ധത്തിൽ ഈ സ്ഥാപനത്തിൽ കടന്നു വരുന്നതിനും വാത്സല്യ പിതാവുമായി അടുത്ത് പരിചയപ്പെടുന്നുള്ള അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിശേഷാൽ അസംബ്ലീസ് പകട്ട് സമൂഹത്തിൻ്റെ എല്ലാ പ്രത്യാശയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കും. താങ്ക് യു പാസ്റ്റർ. പാസ്റ്റർ പി കെ കോശി, ചെങ്ങന്നൂർ.
പ്രിയ പിതാവിൻ്റെ വേർപാട് ദുഃഖത്തിരിക്കുന്ന മക്കളെയും കൊച്ചുമക്കളെയും ദീർഘവർഷങ്ങളായി പിതാവുമായിട്ട് ബന്ധമുണ്ട്, അടുത്ത ബന്ധമുണ്ട്. പിതാവിൻ്റെ രണ്ടാമത്തെ മകൻ സണ്ണിയും കുടുംബവും ഞങ്ങളുടെ സഭയിൽ ദീർഘവർഷങ്ങളായി ആരാധിക്കുകയും ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്നു. ആ നാളുകൾ മുതൽ പിതാവുമായി ബന്ധമുണ്ട്. പിതാവിനോട് മാത്രമല്ല, രാജുവും കുടുംബവും റജിയും കുടുംബവും ആ പ്രിയപ്പെട്ടവരോടൊക്കെ അവിടെ വരികയും സഹകരിക്കുകയും ചർച്ചിൽ വന്ന് ആരാധിക്കുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ പ്രത്യാശ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർ നമ്മൾ വേർപെടുമ്പോൾ നമുക്ക് ദുഃഖവും വേദന ഉളവാക്കുന്നതാണ്. എങ്കിലും ആ ദുഃഖത്തിൻ്റെ നടുവിൽ നമ്മെ ആശ്വസിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ദൈവവചനവും നമുക്കുണ്ട്. സകല ബുദ്ധിയും കവിയും ദൈവസമാധാനം കൊണ്ട് പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെങ്ങന്നൂർ IPC ബേസിൻ്റെ സഭയുടെ ദുഃഖവും അനുശോചനവും ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കും. സാറിനോട് സഭയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം. നാം ഒന്ന് പ്രതീക്ഷിക്കുന്നു, വന്ന് ഭവിക്കുന്നത് പലപ്പോഴും പ്രതീക്ഷിക്കാത്തതായിരിക്കും. കർത്താവ് വരുവാൻ താമസിച്ചാൽ ഈ വരുന്ന ജനുവരി മാസം ഗോസ്പൽ ഫോർ ഇന്ത്യയുടെ ജനറൽ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ ഈ ക്യാമ്പസിൽ 4 ദിവസം താമസിക്കുന്ന സന്ദർഭത്തിൽ വാത്സല്യ പിതാവുമായി സംസാരിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ഞാനും ആഗ്രഹിച്ചിരുന്നതാണ്. അതിനു മുൻപാണ് നമ്മെ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് വാത്സല്യ പിതാവ് നിത്യതയിലേക്ക്